നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ ബാംഗ്ലൂരിൽ വെച്ച് കൊപ്പം പോലീസ് പിടികൂടി. മലപ്പുറം മങ്കട സ്വദേശി ഇബ്രാഹിമിനെയാണ് പിടികൂടിയത്. പോക്സോ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി മുങ്ങിയയാളെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം മങ്കട വെള്ളിലക്കിഴക്കേതിൽ ഇബ്രാഹിം എന്ന മുത്തുവാണ് അറസ്റ്റിലായത്. 2022 കേസിനാസ്പദമായ സംഭവം. അന്ന് പിടിയിലായ പ്രതി ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. നാട്ടിൽ യാതൊരു ബന്ധമില്ലാതെ ബാംഗ്ലൂരിൽ താമസിക്കുകയായിരുന്ന ഇയാളെ സദാശിവം നഗറിൽ ലോഡ്ജിൽ വെച്ചാണ് പിടികൂടിയത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. കൊപ്പം സബ് ഇൻസ്പെക്ടർ ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ ASI മണി, സീനിയർ സിവിൽ ഓഫീസർമാരായ മുരുകൻ സഭാപതി, അഷറഫ്, ഷാൻഫീർ എന്നിവരടങ്ങുന്ന സംഘമാണ് പിടികൂടിയത്. പെരിങ്ങോട് പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ 28ാമത് അനുസ്മരണ സമ്മേളനവും സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 6ാം തമ്പുരാൻ വൈദ്യശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നടന്നു. പൂമുള്ളിമനയിൽ വൈകിട്ട് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ചു. ഛായാചിത്രത്തിന് മുൻപിൽ വിശിഷ്ടാതിഥികൾ നിലവിളക്കിൽ തിരിതെളിയിച്ചു. അഷ്ടവൈദ്യൻ PTN വാസുദേവൻ മൂസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. എഴുത്തുകാരനും നടനുമായ VK ശ്രീരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട്, പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് അലോപ്പതി രംഗത്തെ സേവന മികവിന് ഡോക്ടർ V ആനന്ദ് മോഹൻ, ആയുർവേദ രംഗത്തെ സമർപ്പണത്തിന് അഷ്ടവൈദ്യൻ തൈക്കാട്ട് ദിവാകരൻ മൂസ് എന്നിവർക്ക് വൈദ്യശ്രേഷ്ഠ പുരസ്കാരം നൽകി. പൂമുള്ളി 6ാം തമ്പുരാനെക്കുറിച്ചുള്ള കവിതാലാപനവുമുണ്ടായി. ഡോക്ടർ VMD നമ്പൂതിരി രചിച്ച മഹാഭാരത കഥകൾ കുട്ടികൾക്ക് എന്ന പുസ്തകം കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പ്രകാശനം ചെയ്തു. ഡോക്ടർ അപർണ, ഡോക്ടർ ആരതി, പഞ്ചായത്ത് അംഗങ്ങളായ P വിനീത, P ഷീബ, സലീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് 6ന് സമന്വയം സംഗീത കച്ചേരിയും സ്നേഹവിരുന്നുമുണ്ടായി. ഭാരവാഹികളായ അഡ്വക്കേറ്റ് PN നീലകണ്ഠൻ, T രാജീവ്, V രതീഷ്, VM ദുർഗാദാസ്, MP ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. സാമൂഹിക നീതി ക്ഷേമ വകുപ്പിന്റെ പുരസ്കാരത്തിന് അർഹമായി വിളയൂർ പഞ്ചായത്ത്. മികച്ച തരത്തിലുള്ള ഭിന്നശേഷി പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിനാണ് പുരസ്കാരം. ഭിന്നശേഷി രംഗത്ത് വിളയൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ ക്ഷേമ പദ്ധതി പ്രവർത്തനങ്ങളുടെ മികവിലാണ് സാമൂഹ്യ നീതിക്ഷേമ വകുപ്പിന്റെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 25,000 രൂപയാണ് പുരസ്കാര തുക. ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി പഞ്ചായത്തിൽ നടപ്പാക്കിയ സമഗ്ര വികസന പദ്ധതികളാണ് പുരസ്കാരത്തിന് വഴിവെച്ചത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വെളിയൂർ പഞ്ചായത്തിൽ മാത്രം പ്രത്യേക മെഡിക്കൽ ബോർഡ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയിരുന്നത്. ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം നൽകി. 7 ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങൾ ഭിന്നശേഷി വിഭാഗങ്ങളുള്ള ആളുകൾക്കായി വിതരണം ചെയ്തു. ജില്ലയിൽ തന്നെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ അംഗൻവാടി, കുട്ടികൾക്കായി തെറാപ്പി സെന്റർ എന്നിവയും വെളിയൂരിൽ ഒരുക്കിയിട്ടുണ്ട്. വെളിയൂർ ബഡ്സ് സ്കൂളിനും സ്വന്തമായ കെട്ടിടം കഴിഞ്ഞ മാസങ്ങളിലാണ് തുറന്നു കൊടുത്തത്. 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരുന്നത്. ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കായി സ്വയം തൊഴിൽ പരിശീലന പരിപാടികളും ഇവിടെ നടപ്പാക്കി വരുന്നുണ്ട്. 2 ലക്ഷത്തോളം രൂപ ഇതിനായി ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്കായി വിമാനയാത്ര, കപ്പൽ യാത്ര ഉൾപ്പെടെയുള്ള വിനോദ യാത്രകളും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയിരുന്നു. സ്വരാജ് പുരസ്കാരം, മികച്ച അംഗൻവാടി സൂപ്പർവൈസർ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇത്തവണ വെളിയൂർ പഞ്ചായത്തിനെ തേടി എത്തിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ സാമൂഹ്യ നീതിക്ഷേമ വകുപ്പിന്റെയും അവാർഡ് വെളിയൂരിനെ തേടി എത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ വക ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ഞായറാഴ്ച രാവിലെ 7:30 മുകേഷ് അംബാനി ഗുരുവായൂരിലെത്തിയത്. ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ അദ്ദേഹം റോഡുമാർഗം തെക്കേനടയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് തെക്കേ നടപ്പന്തലിലൂടെ കിഴക്കേ ഗോപുര കവാടത്തിലെത്തി. പൊതു അവധി ദിനത്തിൽ സ്പെഷ്യൽ ദർശന നിയന്ത്രണം ഉള്ളതിനാൽ 25 പേർക്കായി ശ്രീകോവിലിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കിയാണ് മുകേഷ് അംബാനി ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. നാലമ്പലത്തിലെത്തി ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചു. സോപാനപ്പടിയിൽ കാണിക്കയും അർപ്പിച്ചു. മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് ഉപദേവന്മാരെയും തൊഴുത് പ്രാർത്ഥിച്ചു. കൊടിമരച്ചുവട്ടിലെത്തിയ അദ്ദേഹത്തിന് കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന പ്രസാദങ്ങൾ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നൽകി. ദേവസ്വത്തിന്റെ ഉപഹാരമായി ചുവർച്ചിത്രവും സമ്മാനിച്ചു. ദേവസ്വത്തിന്റെ നിർദ്ദിഷ്ട മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ രൂപരേഖയും ആനകളുടെ പരിചരണത്തിനായി ദേവസ്വം തുടങ്ങാൻ ലക്ഷ്യമിടുന്ന ആധുനിക മൃഗാശുപത്രിയുടെ പദ്ധതി രേഖയും മുകേഷ് അംബാനിക്ക് സമർപ്പിച്ചു. എന്ത് സഹായവും നൽകാമെന്ന് മുകേഷ് അംബാനി ദേവസ്വം ചെയർമാന് ഉറപ്പു നൽകി. ഗുജറാത്തിൽ റിലയൻസ് ഉടമസ്ഥതയിലുള്ള
വൻതാര വന്യജീവി പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകാൻ അവസരം ഒരുക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഗുരുഭവനപുരയിൽ സംഗീത സാഗരം തീർത്ത് നന്ദഗോവിന്ദം ഭജൻസ്. കോടതി വിളക്കിനോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടി ആസ്വദിക്കാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ശനിയാഴ്ച വൈകിട്ട് 3 തന്നെ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. രാത്രി 7-നാണ് പരിപാടി ആരംഭിച്ചത്. വിഖ്യാതമായ കീർത്തനങ്ങൾ ആലപിച്ചപ്പോൾ ഭക്തജനങ്ങളും ലയിച്ചു പാടി. നന്ദഗോവിന്ദം ഭജൻസിലെ നവീൻ ശ്രീധരൻ, ശ്രീലാൽ വേണു, വിഷ്ണു വേണുഗോപാൽ, ബിജു ചാലക്കുടി എന്നിവർ ഭജനയ്ക്ക് നേതൃത്വം നൽകി. 500 പേർക്ക് ഇരിക്കാൻ മാത്രം കഴിയുന്ന ഓഡിറ്റോറിയത്തിന് പുറത്ത് 1000 പേർക്കുള്ള കസേരകൾ കൂടിയിട്ടെങ്കിലും ഇതൊന്നും മതിയായില്ല. വൈകിട്ട് 5 മുതൽ രാത്രി വൈകും വരെ നഗരത്തിലെ റോഡുകളിൽ ഗതാഗത കുരുക്കുമുണ്ടായി. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തിങ്കളാഴ്ച മുതൽ വേദികൾ ഉണരും. 11 വേദികളിലായാണ് പ്രധാന മത്സരങ്ങൾ നടക്കുന്നത്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നത്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കലാമത്സരങ്ങൾ നാളെ ആരംഭിക്കും. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കലോത്സവം നടക്കുന്നത്. ഈ മാസം 14 വരെ കലോത്സവം നീണ്ടു നിൽക്കും. നാളെ 14 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇതിൽ പ്രധാനമായും 11 വേദികളിലായാണ് പ്രധാന മത്സരങ്ങൾ നടക്കുക. നാളെ രാവിലെ മുതൽ വിവിധ വേദികളിലായി മിമിക്രി, നാടകം, മൂകാഭിനയം, ഒപ്പന ഉൾപ്പെടെയുള്ള പ്രധാന ഇനങ്ങൾ നടക്കും. ഇതിനു പുറമെ മലയ പുലയ ആട്ടം, പുടിയ നൃത്തം, ഇരുള നൃത്തം, പണിയ നൃത്തം, മംഗലം കളി, ചെണ്ടമേളം ഉൾപ്പെടെയുള്ള മത്സരങ്ങളും നടക്കുന്നുണ്ട്. കൂടാതെ വിവിധ വേദികളിലായി മോണോ ആക്ട്, അറബി കലോത്സവം, സംഘഗാനം, ബദ്ദുചൊല്ലൽ, ഗസലാലാപനം, പ്രസംഗം ഉൾപ്പെടെയുള്ള മത്സരങ്ങളും നടക്കും. നാളെ വൈകിട്ട് 4 മണിക്ക് മുഹമ്മദ് മൂസിൻ MLA മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ചത്തുരത്തിൽ മോർ ഗ്രിഗോറിയോസ് പരുമല തിരുമേനിയുടെ 123ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ തലേന്ന് ശനിയാഴ്ച സന്ധ്യാ നമസ്കാരം നടന്നു. ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ വിശുദ്ധ കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ സന്ദേശവും നൽകി. തുടർന്ന് പൊൻ വെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ പെരുന്നാൾ പ്രദക്ഷിണമുണ്ടായി. കല്ലുംപുറം റോഡ് വഴി ഹെബ്രോൺ സ്ട്രീറ്റ് വഴിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം പള്ളിയിലെത്തി സമാപിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിയിലെത്തിയപ്പോൾ ആശീർവാദവും സ്ലീബ വണക്കവും നെയ്യപ്പം നേർച്ച വിതരണവും സ്നേഹവിരുന്നും ഉണ്ടായി. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ അടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കോൺഗ്രസിൽ ചേർന്ന TP ഷാജിക്ക് പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ സ്വീകരണം നൽകി. ശനിയാഴ്ച രാവിലെയായിരുന്നു സ്വീകരണം ഒരുക്കിയത്. കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ TP ഷാജിക്ക് പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ സ്വീകരണം നൽകി. 2 ദിവസം മുമ്പ് KPCC ആസ്ഥാനത്ത് വെച്ചാണ് TP ഷാജി KPCC പ്രസിഡന്റിൽ നിന്നും മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയത്. തുടർന്ന് ശനിയാഴ്ച രാവിലെയാണ് അദ്ദേഹം പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ എത്തിയത്. നേതാക്കൾ TP ഷാജിയെയും പ്രവർത്തകരെയും സ്വീകരിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ യോഗം KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. TP ഷാജിയെ കോൺഗ്രസ് തറവാട്ടിലേക്ക് സ്വാഗതം ചെയ്ത് നഗരസഭ മാത്രമല്ല പട്ടാമ്പി അസംബ്ലി സീറ്റും തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിൽ ഇത് നിർണായകമായ ഒരു ചുവടും വെപ്പാണ് എന്ന് പാലക്കാട് MP സാന്നിധ്യത്തിൽ KPCC വൈസ് പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. 200ഓളം വരുന്ന പ്രവർത്തകർ
നമ്മുടെ കോൺഗ്രസിലേക്ക് സജീവമായി പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ ഇന്ന് കോൺഗ്രസ് ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. TP ഷാജിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം കോൺഗ്രസിൽ തുടങ്ങി, കോൺഗ്രസിൽ വളർന്ന്, കോൺഗ്രസിൽ വലുതായി. അദ്ദേഹം 6 സീറ്റ് ലഭിച്ചു എന്ന് പറയുന്നത് കൂടി കോൺഗ്രസിലെ പ്രവർത്തനത്തിന്റെ അദ്ദേഹത്തിന് ലഭിച്ച പിന്തുണയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന് അംഗീകാരം കിട്ടാതെ വന്നപ്പോൾ പോലും കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനമാണ്. അത് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വളർന്നു വന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കോൺഗ്രസ് തറവാട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ആഹ്ലാദം തരുന്ന ഒരു നിമിഷമാണ്. നമ്മളെല്ലാവരും കാത്തുനിന്ന നിമിഷമാണ്. പട്ടാമ്പിയിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിച്ച തീരുമാനമാണ് വ്യാഴാഴ്ച തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിൽ KPCC ഓഫീസിൽ നടന്നത്. അത് പാലക്കാട് ജില്ലയിലും പ്രത്യേകിച്ച് പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലും അത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ET ഉമ്മർ, ജിതേഷ് മൊഴിക്കുന്നം, ഉമ്മർ കിഴായൂർ, K ബഷീർ, K കുട്ടിയാഹു, AK അക്ബർ, C മുഹമ്മദ് അനീഫ, KP കമാൽ, KP ഹംസ, KB അനിത, ബിനി ഷാജി, K മാളുക്കുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. TP ഷാജി മറുപടി പ്രസംഗവും നടത്തി. V4 പട്ടാമ്പി എന്ന കൂട്ടായ്മ ആത്യന്തികമായി കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അതിൽ KSU പ്രവർത്തിച്ച ആളുകളുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ച ആളുകളുണ്ട്, കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. അപ്പൊ V4 പട്ടാമ്പി രൂപീകരിച്ചാലും അത് ഒരു കോൺഗ്രസിന്റെ ഒരു ആശയവും ആദർശവും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഉദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പല പരിപാടികൾക്കും CPM ക്ഷണിച്ചപ്പോൾ ഞങ്ങളൊന്നും പോകാതിരുന്നു. പാർട്ടിയിൽ തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം നേതാക്കളോട് പറഞ്ഞത് ഒരു പ്രത്യേകിച്ച് ഉപാധികളോ മറ്റുള്ള വിഷയങ്ങളോ അല്ല, മറിച്ച് സംസ്ഥാന തലത്തിൽ നിന്ന് ചർച്ച ചെയ്ത് താഴേക്ക് വരുന്നതിന് പകരം പ്രാദേശികമായി ചർച്ച ചെയ്തിട്ട് ആ വിവരം സംസ്ഥാനത്തേക്ക് അറിയിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ ഏകദേശം 5-6 തവണ പല സമയങ്ങളിലായി മുസ്ലിം ലീഗ് ആയാലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികളാണെങ്കിലും ഞങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ട് ഒത്തൊരുമിച്ച് പ്രാദേശികമായി ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തത്. പിന്നെ പാലക്കാട് MP DK ശ്രീകണ്ഠൻ അതിന് നല്ല മുൻകൈ എടുത്തിട്ടാണ് KPCC നേതാക്കളുമായി ബന്ധപ്പെട്ട് ഒരു സ്വീകരണവും ഒരു അംഗീകാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ അനീഫ സൂചിപ്പിച്ച പോലെ KSB തങ്ങളുമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു മരണ സമയത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭരണം ലഭിച്ചതിന് ശേഷം വളരെ സൗഹൃദത്തിലാണ് അദ്ദേഹവുമായി ഉണ്ടായിരുന്നത്. പട്ടാമ്പിയിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പദയാത്ര നടത്തി. പരുവക്കടവ് മുതൽ ശങ്കരമംഗലം വരെയായിരുന്നു പ്രക്ഷോഭ പദയാത്ര നടത്തിയത്. KT കുഞ്ഞുമുഹമ്മദായിരുന്നു ജാഥ ക്യാപ്റ്റൻ. പട്ടാമ്പി നഗരസഭയിലെ CPM തുറമ്പണത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പട്ടാമ്പി മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പദയാത്ര നടത്തിയത്. പരുവക്കടവിൽ നിന്നുമായിരുന്നു പദയാത്ര ആരംഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ശങ്കരമംഗലത്തെ പദയാത്ര സമാപിച്ചു. UDF നേതാക്കൾ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.